السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال النبي صلى الله عليه وسلم: أفضل الصيام بعد رمضان شهر الله المحرم، وأفضل الصلاة بعد الفريضة صلاة الليل. صدق رسول الله صلى الله عليه وسلم. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം പറഞ്ഞു വന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും യസ്രിബിലേക്ക് ഹിജ്റ പോയി. യസ്രിബിൽ അവിടെ എത്തി. അങ്ങനെ ആ യസ്രിബ് നിവാസികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ടതുപോലെ സ്വീകരിച്ചു. പിന്നീട് നബിയുടെ താമസം യസ്രിബിലായി. അതിന് ശേഷം യസ്രിബ് എന്ന് പറയുന്ന ആ സ്ഥലം മദീനയായി അറിയപ്പെടാൻ തുടങ്ങി. മസ്ജിദ് നബവി അവിടെ നിർമ്മിക്കപ്പെട്ടു. പിന്നീടാണ് അവിടെ മദീനയായി മാറിയത്, മദീന പട്ടണം. ശേഷം 10 വർഷക്കാലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥലം ബനു മാലിക് ഇബ്നു നജ്ജാർ വംശത്തിലെ അഫ്രാഹിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന സഹല്, സുഹൈൽ എന്ന് പറയുന്ന 2 യതീം കുട്ടികളായിരുന്നു ആ സ്ഥലം. ആ സ്ഥലം പിന്നീട് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ശേഷമാണ് മസ്ജിദുൻ നബവി ഉണ്ടാക്കിയത്. അങ്ങനെ നബി തങ്ങൾ അവിടെ താമസമാക്കി. സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് മദീനയിൽ പിന്നീട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. 10 വർഷം മദീനയിൽ താമസിച്ചെന്ന് പറഞ്ഞല്ലോ. 10 വർഷമാണ് മദീനയിൽ അവിടെ നിന്ന് താമസിച്ചത്. അങ്ങനെ 63-ാമത്തെ വയസ്സിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. എന്നാൽ മദീനയിൽ ചെന്നപ്പോൾ അവിടെ റസൂലുള്ളാഹിക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റി. എന്താണ് ആ കാര്യങ്ങൾ? അവിടെ യഹൂദികളുണ്ടായിരുന്നു. ആ യഹൂദികൾ മുഹറം 10-ന് നോമ്പെടുക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. മുഹറം 10-ന് നോമ്പെടുക്കുന്ന ശീലം ആർക്കുണ്ട്? യഹൂദികൾക്കുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് അവിടെ നിന്ന് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മുഹറം 10-ന് ആശൂറ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഇന്ന് യൗമുൻ സാലിഹുൻ, ഇന്ന് നല്ല ഒരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി വഖൗമഹു വഗറക ഫിർഔൻ വഖൗമഹു
ഫസാമഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ ശുക്ര. ഇന്ന് നല്ല ഒരു ദിവസമാണ്. ഈ ദിവസത്തിലാണ് ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരി മുങ്ങിച്ചത്തത് അതും ഈ സമയത്താണ്. അപ്പം അതുകൊണ്ട് അതിന് നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞ മറുപടി. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, ഫനഹ്നു നസൂമുഹു, ഞങ്ങളാണ് നോമ്പെടുക്കാൻ നിങ്ങളെക്കാളും കൂടുതൽ ബന്ധപ്പെട്ടവർ ഇല്ലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസിയാമിഹി. നിങ്ങളെക്കാളും കൂടുതലായി മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഈ മുഹറം 10 നോമ്പെടുക്കുവാനുള്ള അവകാശമുള്ളത്, അധികാരമുള്ള ഞങ്ങൾക്കാവുന്നു. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നോമ്പ് എടുക്കുകയും സഹാബാ കിറാമിനോട് നോമ്പെടുക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അപ്പം ഇതാണ് നമുക്ക് തെളിവ്. ഏത്? മുഹറം 10 നോമ്പെടുക്കാൻ. എന്നാൽ യഹൂദികൾ മുഹറം 10 മാത്രമാണ് നോമ്പെടുത്തിരുന്നത്. അപ്പോൾ യഹൂദികളിൽ നിന്ന് ഒരു വ്യത്യസ്തത നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഹറം 9 കൂടി നോമ്പെടുക്കണമെന്ന് റസൂൽ കരീം അവിടുന്ന് പറഞ്ഞു. ഇനി അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9 കൂടെ നോമ്പെടുക്കുമായിരുന്നു എന്നാണ് അവിടുന്ന് കൽപ്പിച്ചത്, അവിടുന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് മുഹറം 9 10 നോമ്പെടുക്കൽ നമുക്ക് പ്രത്യേകമായ സുന്നത്താണ്. റസൂൽ കരീം അവിടുന്ന് പറഞ്ഞു, അഫ്ദലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം നോമ്പെടുക്കാൻ ഏറ്റവും നല്ലത് മുഹറം മാസമാണ്. മുഹറം അല്ലാഹുവിൻ്റെ മാസമാണ്, ഷഹറുല്ലാഹിൽ മുഹറം. വഅഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീദ, ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സമയം, സുന്നത്ത് നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നിസ്കാരമാണ്. അപ്പോൾ ഏതായാലും റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് മുഹറം മാസത്തിലാണ്. അപ്പോൾ മുഹറം മാസത്തിലെ നോമ്പെടുക്കൽ വളരെ പുണ്യമേറിയ ശ്രേഷ്ഠതയുള്ള ഒരു സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് റജബ് മാസത്തിൽ മുഹറം 9 10 നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യമുള്ളതായ അമലാകുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.